ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രാബ് അല്ലെങ്കിൽ ഞണ്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചെയ്യുന്നൊരു റെസിപ്പി ആട്ടോ. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്, അതായത് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. ഞണ്ട് അത് ഏത് വലിപ്പമുള്ളതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഞണ്ടാണോ അതുപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്. സവാള ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തേക്കുന്നത്. 3 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ 4 എണ്ണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇഞ്ചി 1/2 ഇഞ്ചിയാണ് കേട്ടോ. ഗാർലിക്ക്, അതായത് വെളുത്തുള്ളി, ഞാൻ 4-5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. പച്ചമുളക് 4-5 എണ്ണമൊന്നുമില്ല, ഞാൻ 2, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. തക്കാളി 1 എണ്ണമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ ആവശ്യത്തിന്, കടുക്, മുളക് പൊടി 1.5 ടീസ്പൂണാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ്. ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഗരം മസാലപ്പൊടി ആവശ്യത്തിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. അങ്ങനെ ഞണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ അതെങ്ങനെയോ മിസ്സായിപ്പോയി. എന്താ പറയുക, ഫേത്ത്, വിധി, അല്ലാതെ എന്താ പറയാനാ. ഞാനത് ക്ലീനാക്കിയൊക്കെ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അതിപ്പോൾ കാണുന്നില്ല, എവിടെയോ മിസ്സായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഞണ്ട് വൃത്തിയാക്കുന്ന വീഡിയോ കാണുമായിരുന്നു, ആഡ് ചെയ്തേനെ കേട്ടോ. അങ്ങനെ ചട്ടി ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും തീ കുറച്ച് വെക്കുക. അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ. കറിവേപ്പില ചില സമയത്ത് എണ്ണയുടെ ചൂട് കറിച്ചട്ടിയിലൊക്കെ വെക്കുമ്പോഴത്തേക്കും മിക്കപ്പോഴും കറിവേപ്പില കരിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് കടുകെല്ലാം പൊട്ടിയ ശേഷം ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4, ചെറുതാണെങ്കിൽ 4 എണ്ണം കേട്ടോ. സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ലാസ്റ്റ് കറിയെല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഉപ്പ് നമുക്ക് ചേർക്കാം കേട്ടോ. അതുകൊണ്ട് കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. അതിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. സവാളയ്ക്ക് ഉപ്പിട്ട് വഴറ്റുമ്പം നല്ലതുപോലെ വഴഞ്ഞ് കിട്ടും. അതിനാണ് ഞാനിങ്ങനെ ആദ്യമേ സവാളയിലേക്ക് ഉപ്പിട്ട് വഴറ്റി കൊടുക്കുന്നത്. നല്ലതുപോലെ വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി എത്രയാണെന്ന അളവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ചേർത്ത ശേഷം നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്ന പോലെ വഴറ്റണം കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും. അതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. 2 പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അതും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നല്ലതുപോലെ പച്ചമണം മാറുന്നത് പോലെ വഴറ്റിയെടുക്കുക. സവാള നല്ലപോലെ വഴഞ്ഞിരിക്കണം. അതിലേക്ക് 1 തക്കാളിയാണ് ഞാൻ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞ തക്കാളി ചേർത്ത ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ റോസ്റ്റിന്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇടയ്ക്കൊക്കെ. ഇപ്പം നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല പച്ചമണമൊക്കെ മാറാൻ വേണ്ടി തീ കുറച്ച് വെച്ച ശേഷം നല്ലതുപോലെ വഴറ്റി നല്ല പരുവത്തിലായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ ഞാനിവിടെ ചേർത്തേക്കുന്നത്. 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഗരം മസാലപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. അത് ഇട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ, ആ മസാല കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ചെറിയ തീ വേണം കേട്ടോ വഴറ്റിയെടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി ഞാൻ നല്ലപോലെ വെച്ച് ഞണ്ടാണ്. അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ അതങ്ങ് മിസ്സായി. അതെനിക്ക് നല്ലൊരു വിഷമമുണ്ട്, കാരണം ഞാനത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു. ഈ ഞണ്ട് വൃത്തിയാക്കുമ്പോഴത്തേക്കും ആ പുറകിലുള്ള സാധനമെല്ലാം കളയണം. അതുപോലെ ഞണ്ടിൻ്റെ കൈയിൻ്റെ അറ്റത്ത് വരുന്ന കൂർത്ത് നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ കടിക്കുമ്പോഴത്തേക്കും അത് മാത്രമല്ല നമ്മുടെ മസാലയുടെയൊക്കെ ആ മസാല ആ ഹോള് വഴി ഉള്ളിലേക്ക് കയറും കേട്ടോ. അതൊരു നല്ലൊരു ടേസ്റ്റ് വരും. കാരണം എന്ന് വെച്ചാൽ അല്ലാതെ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടല്ലേ കിടക്കുന്ന ആ കാലിൻ്റെയൊക്കെ അറ്റത്തുള്ള സാധനം നമ്മൾ
കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും അതിലൂടെയൊക്കെ നമുക്ക് മസാല ഉള്ളിലേക്ക് കയറും. സവാള നല്ലതുപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലതുപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ഞണ്ട് ഇട്ട് കൊടുക്കുക. ഞണ്ടിട്ട് ചിലർ വേവിച്ചിട്ട് ചേർക്കാറുണ്ട്. ഞാൻ അതിൻ്റെ വെള്ളം കൂടി ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചാട്ടോ ഞണ്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ആ ഒരു ചെറിയ ഇതിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം ഇറങ്ങും കേട്ടോ. ഞാനിത് കാണിക്കുന്നില്ല, അത് ചെറുതായിട്ട് നല്ലതുപോലെ ചെറിയ തീയിൽ എല്ലാം ഞാൻ ഈ ചെറിയ തീയിലിട്ട് വെച്ചേക്കും കേട്ടോ. സ്വല്പം നേരം ഇച്ചിരി അടച്ച് വെച്ച് ഇച്ചിരി നേരം വേവിക്കുക. കണ്ടോ, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. തീ കുറച്ചിട്ട് വേണം കേട്ടോ അടച്ച് വെച്ച് വേവിക്കേണ്ട, കാരണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. കാരണം വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഞണ്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളം കേട്ടോ അത്. അതിന് ശേഷം തേങ്ങാപ്പാൽ, ഞാൻ അരമുറി തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. തേങ്ങാപ്പാൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? തേങ്ങാപ്പാൽ എടുക്കുന്നത് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അല്പം വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. അതൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച ശേഷം നമുക്ക് തേങ്ങാപ്പാലായിട്ട് കിട്ടും. ആ പാലാണ് ഞാൻ തീ ഓഫാക്കിയ ശേഷം ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. തീ ഓഫാക്കിയിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നല്ലൊരു നാച്ചുറൽ, എന്താ പറയുക, നാടൻ റെസിപ്പിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.